കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ച് മുതിർന്ന നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. സമരാഗ്നി യാത്രയിലേക്ക് ക്ഷണിക്കാനുള്ള മര്യാദ KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും കാണിച്ചില്ല. കോൺഗ്രസിൽ ശുദ്ധീകരണം നടന്ന ശേഷം മാത്രമേ KPCC ഓഫീസിൽ കയറൂ എന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ 24 ആൻസർ പ്ലീസ് പരിപാടിയിൽ പറഞ്ഞു. അങ്ങേ വിളിച്ചിട്ടുണ്ടോ ഈ യാത്രയിൽ? ഞാനിങ്ങനെ ഫോണിൽ വിളിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഞാനിങ്ങനെ ഔപചാരികമായി അദ്ദേഹത്തെ അറിയിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ KPCC ഓഫീസിൽ നിന്ന് അദ്ദേഹത്തിന് മെസ്സേജ് പോയിരിക്കുന്നു എന്നൊക്കെ പറയുന്നതിൽ അർത്ഥമല്ലോ. അതല്ല, ഇത്തരം കാര്യങ്ങൾ ഇവിടെ ഒന്ന് ചർച്ച നടത്താൻ അവർക്കുള്ള ഒരു സൗമനസ്യം ഉണ്ടാകേണ്ടതായിരുന്നു. അത്രമാത്രമേ പറഞ്ഞല്ലോ. വരണമെന്ന് യാതൊരു നിർബന്ധമില്ല. വലിയവരുടെ വീട്ടിലെ ആളുകൾ പോവുക, ചെറിയവരുടെ വീട്ടിൽ പോകേണ്ട കാര്യമില്ല എന്നതുകൊണ്ട് തന്നെ അവർ വരേണ്ടതായിട്ടില്ല. പക്ഷേ ഒരു പാർട്ടി മര്യാദ അതല്ലേ. സമരാഗ്നി യാത്രയിലേക്ക് നായകന്മാർ തന്നെ ക്ഷണിക്കാത്തത് കൊണ്ടാണ് പങ്കെടുക്കാത്തതെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ തുറന്നടിച്ചു. വഴിപാട് വിളികൾ ഒഴിവാക്കണമെന്നും പ്രശ്നങ്ങൾ തീർക്കാൻ നേതാക്കൾ തയ്യാറാകണമെന്നുമാണ് മുല്ലപ്പള്ളിയുടെ ആവശ്യം. KPCC അധ്യക്ഷ സ്ഥാനത്തു നിന്നും മാറ്റിയത് എന്തിനെന്ന് പറയാൻ നേതാക്കൾക്ക് ഇതുവരെ പറ്റിയിട്ടില്ല. കേരളത്തിലെ നേതാക്കളാരും തന്നെ കാണാൻ പിന്നെ വന്നിട്ടില്ലെന്നും മുല്ലപ്പള്ളി മനസ്സ് തുറന്നു. എന്നെ മാറ്റിയ സാഹചര്യത്തെക്കുറിച്ച് പറയുമ്പോൾ അത് ബോധ്യപ്പെടുത്തുന്ന ആളുകൾ ബോധ്യപ്പെടുത്തുന്ന കാര്യത്തെക്കുറിച്ചിട്ട് താങ്കൾ പറഞ്ഞ പോലെ എൻ്റെ മനസ്സിൽ അല്പം നമ്പർ ഇപ്പോഴുണ്ടെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് മാനേജ്മെന്റ് കമ്മിറ്റിയിൽ KPCC പ്രസിഡന്റായ തന്നെ ഏഴാമനാക്കിയപ്പോൾ രാജിവെച്ച് വീട്ടിൽ പോകാൻ തീരുമാനിച്ചതാണ്. എന്നാൽ കോൺഗ്രസിന് ദോഷം ചെയ്യുമെന്ന് കരുതിയാണ് അന്നത് ചെയ്യാതിരുന്നത്. മുല്ലപ്പള്ളി തുറന്നു പറഞ്ഞു. അതെത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലായില്ല എന്താണ് അതിൻ്റെ ലോജിക്ക് എന്ന കാര്യം. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി എന്തെങ്കിലും കണ്ടു കാണുമല്ലോ, അല്ലാതെ ചെയ്യില്ലല്ലോ. പിന്നെ എൻ്റെ സ്വഭാവം വെച്ചുകൊണ്ട് ഞാൻ ആ നിമിഷം തന്നെ എൻ്റെ രാജിക്കത്ത് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ പടി ഇറങ്ങിപ്പോകേണ്ടതായിരുന്നു. ഞാൻ പോകാതിരിക്കാനുള്ള കാരണം ഞാൻ ഈ പാർട്ടിയെ സ്നേഹിക്കുന്നു. പാർട്ടിയെ അമ്മയെപ്പോലെയാണ് കാണുന്നതെന്നും അവഗണനയും അവഹേളനവും സഹിച്ചാണ് കോൺഗ്രസിൽ തുടരുന്നതെന്നും മുല്ലപ്പള്ളി തുറന്നടിക്കുകയാണ്. എൻ്റെ അമ്മയെപ്പോലെ ഞാൻ പാർട്ടിയെ സ്നേഹിക്കുന്നത്. ഞാൻ എൻ്റെ പ്രാണനെ പോലെയാണ് എൻ്റെ പാർട്ടിയെ സ്നേഹിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ തരത്തിലുമുള്ള അവഗണനയും അവഹേളനവും ഒക്കെ തന്നെ സഹിച്ചുകൊണ്ട് ഞാൻ ഇന്നും കോൺഗ്രസിൻ്റെ പ്രവർത്തനം കഴിച്ച ശേഷമാണ് ഇവിടെ വന്നിരിക്കുന്നത്. വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമായി അനുകൂല സാഹചര്യമുണ്ട്. എന്നാൽ എല്ലാവരെയും ചേർത്ത് പിടിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറാകണമെന്നും മുല്ലപ്പള്ളി മുന്നറിയിപ്പ് നൽകുകയാണ്. അങ്ങനെ നേതാവാണ്, നേതൃസ്ഥാനം നഷ്ടപ്പെട്ടവനാണ്, അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെയൊന്നുമില്ലല്ലോ. ഒരു ഡിക്റ്റേറ്ററിയൽ ഒരു സമീപനം ഒരു ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത് ശരിയല്ല എന്ന് മാത്രമേ എനിക്ക് ഇക്കാര്യത്തെക്കുറിച്ച് പറയാനുള്ളൂ. ക്യാമറമാൻമാരായ പ്രവീൺ ധർമ്മശാലയ്ക്കും മനു ദാമോദരനുമൊപ്പം ദീപക് ധർമ്മടം, 24.